സംസ്ഥാനത്തിന്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായി ശേഷാദ്രി നാഥനെ നിയോഗിച്ച അല്ലെങ്കിൽ ശുപാർശ ചെയ്ത നടപടിയിൽ UDF-ൽ വലിയ പൊട്ടിത്തെറികൾ രൂപം കൊള്ളുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾ നിലപാട് വ്യക്തമാക്കണമെന്ന വിമർശനവും നിൽക്കുന്നുണ്ട്. ഇതിൽ ആദ്യം വിമർശനമായി പരസ്യമായ രംഗത്ത് വന്നത് KPCCയുടെ ജനറൽ സെക്രട്ടറിയായ PM നിയാസ് ആണ്. ഇന്നലെ പരസ്യമായ രംഗത്ത് വന്നത് അദ്ദേഹം പറയുന്നത് ഈ ശേഷാദ്രിനാഥൻ ഒന്നാം നമ്പർ സംഖ്യയാണ് എന്ന ഗൗരവതരമായ ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടാണ് രംഗത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ചോദ്യമുയർന്നത് വീണ്ടും ഒരു സംഘപരിവാർ അനുകൂലിയെ പ്രധാനപ്പെട്ട പദവിയിലേക്ക് കൊണ്ടുവരികയാണോ കേരളത്തിലെ UDF സർക്കാർ എന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം PM നിയാസിന്റെ വാക്കുകൾ കേൾക്കാം. അദ്ദേഹത്തിന് എന്താണ് ഈ പറയുന്ന ശേഷാദ്രിനാഥനെ കുറിച്ച് പറയാനുള്ളത് എന്ന് കേൾക്കാം. പാവപ്പെട്ട UDF-കാർ എത്രമാത്രം കഷ്ടപ്പെട്ടാണ് കഴിഞ്ഞ 10 വർഷക്കാലം ഈ ഭരണം ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചത്? ഒരു സംഖ്യയെ സുപ്രധാന തസ്തികയിൽ ഇരുത്തുന്നതിന് വേണ്ടിയാണോ അവർ കഷ്ടപ്പെട്ടത്? അന്ന് ഒരു കാലത്തും UDF-ഓ കോൺഗ്രസോ ആയിട്ടില്ലാത്ത, എന്നും UDF-നും കോൺഗ്രസിനും എതിരായി നിലപാടെടുക്കുന്ന ഒരാളാണ്. കഴിഞ്ഞ 15 വർഷമായി സംഖ്യയാണ് എന്ന് പറഞ്ഞാൽ ഒരു സംഖ്യയ്ക്ക് എന്തെല്ലാം ക്വാളിഫിക്കേഷൻ ഉണ്ടോ അതെല്ലാം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോയ അദ്ദേഹത്തിൻ്റെ സമൂഹ മാധ്യമങ്ങളിലും അതുപോലെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലുമൊക്കെ പൂർണ്ണമായി സംഖ്യവൽക്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോയ ഒരു വ്യക്തിയാണ്. സംസ്ഥാനത്തിന് തെരഞ്ഞെടുപ്പ് ഓഫീസറായി ഒരു സംഖ്യയെ നിയോഗിക്കുന്നത് എന്തിനു വേണ്ടി ചോദിക്കുന്നത് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവ്. ആ ചോദ്യം ചെന്ന് നിൽക്കുന്നത് കോൺഗ്രസ് സർക്കാരിന്റെ മുഖ്യമന്ത്രിയുടെ മുൻപിലേക്ക്. സ്വാഭാവികമായും ഇതിനെ ന്യായീകരിച്ച് രംഗത്ത് വന്ന ഒരാളുണ്ട്. അത് മന്ത്രി KM ഷാജിയാണ്. KM ഷാജിക്ക് ശേഷാദ്രിനാഥനെ കുറിച്ച് പറയാനുണ്ട്, ഈ ശുപാർശയെ ന്യായീകരിക്കാനുണ്ട്. അപ്പോൾ മന്ത്രി KM ഷാജിക്ക് ശേഷാദ്രിനാഥനെ കുറിച്ചുള്ള ന്യായീകരണം എന്താണെന്ന് കേൾക്കാം. നല്ല വിശ്വാസിയാവുന്നത് ഈ രാജ്യത്ത് അങ്ങനെ ഒരു തെറ്റാവുക, എല്ലാത്തിനും അങ്ങനെ കാണാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ജഡ്ജ്മെൻറ്റുകൾ, അദ്ദേഹം കേരളത്തിൽ ഒരുപാട് കാലമായിട്ട് ജഡ്ജ് ചെയ്യണം. അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഒരു ജഡ്ജ്മെൻ്റ് എടുത്തിട്ട് നിങ്ങൾ അദ്ദേഹത്തെ പറയും അയാളെന്ന കുഴപ്പക്കാരനാണ്. അങ്ങനെ ഒന്നുമില്ലാതെ ഒരു മതത്തിൻ്റെ സിമ്പിളായിട്ട് നടക്കുമ്പോഴേക്കും, അതാണ് ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലെ RSSൻ്റെ ഒരു പ്രശ്നം. ഫ്ലൈറ്റിൽ നിന്ന് താടി കാണുന്നവനെ കാണുമ്പോൾ, തലകെട്ട് കാണുന്നവനെ കാണുമ്പോൾ മുദ്രാവാക്യം വിളിക്കുന്ന സംഘപരിവാർ ശൈലിയിലേക്ക് കേരളം പോകാൻ പാടില്ല. ഇവിടെ എല്ലാ മതത്തിൻ്റെ ആളുകളും അവരുടെ ആചാര അനുഷ്ഠാനങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നതാണ് നമ്മളുടെ ഇഷ്ടം. അവർക്ക് അത് അങ്ങനെ ആവുന്നതാണ് ഇഷ്ടം. അവരങ്ങനെ ആവണം എന്നാണ് നമ്മളുടെ ആഗ്രഹവും. അതിനെയൊക്കെ കൊണ്ടുപോയിട്ട് പിന്നെ വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നത് ഒരു സംഘീബോധത്തിൻ്റെ ഭാഗമാണ്. അത് രാഷ്ട്രീയമല്ല. ഇന്ത്യ പോലെ 14,000 ചില്ലാനും മതവും വിശ്വാസങ്ങളൊക്കെ ഉള്ള ഒരു നാട്ടിൽ നമ്മൾ ഒരു മതത്തിൻ്റെ ചിഹ്നം അനുസരിച്ച് ജീവിക്കുന്നവനെ പെട്ടെന്ന് RSS ആക്കുക. അപ്പോൾ ശേഷാദ്രിനാഥനെ സംഖ്യയാക്കുന്നത് PM നിയാസ് ആണ് എന്നാണ് ഇപ്പോൾ KM ഷാജി പറഞ്ഞു വെക്കുന്നത്. മുസ്ലിം ലീഗിന്റെ മന്ത്രി പറയുന്നു കോൺഗ്രസ് നേതാവാണ് തെരഞ്ഞെടുപ്പ് ഓഫീസറായി നിയോഗിച്ച ശേഷാദ്രിനാഥനെ സംഖ്യയാക്കുന്നതെന്ന്. അത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യമാണ് ഇപ്പോൾ KM ഷാജി ഉയർത്തുന്നത്. സ്വാഭാവികമായും PM നിയാസിനും അതിൽ മറുപടി ഉണ്ടാകുമല്ലോ. താനാണ് ഈ പറയുന്ന ശേഷാദ്രിനാഥനെ സംഖ്യയാക്കുന്നത് എന്ന് ഈ പറയുന്ന KM ഷാജി ഉന്നയിക്കുമ്പോൾ അതിന് മറുപടി പറയാനും PM നിയാസ് നിൽക്കുകയാണ്. സ്വാഭാവികമായും KM ഷാജിക്കുള്ള PM നിയാസിന്റെ മറുപടി കൂടി നമുക്ക് കേൾക്കാം. അപ്പോൾ സംഖ്യകളെ തിരിച്ചറിയുവാനും വിശ്വാസികളെ തിരിച്ചറിയാനും കഴിയുന്നവരാണ് ഞങ്ങളൊക്കെ. അത് അദ്ദേഹത്തിന് മനസ്സിലായോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ അദ്ദേഹത്തെ പഠിപ്പിക്കേണ്ട ആളല്ല. ഞാൻ എൻ്റെ പാർട്ടിയുടെ പ്രസിഡന്റിനോട്, പാർട്ടിയുടെ മുഖ്യമന്ത്രിയോട്, പാർട്ടിയുടെ AICC ജനറൽ സെക്രട്ടറിയോട്, പാർട്ടിയുടെ വർക്കിംഗ് കമ്മിറ്റി മെമ്പർമാരോടാണ് ഞാൻ ആവശ്യപ്പെട്ടത്. അപ്പോൾ വളരെ വ്യക്തമാണ് ഈ പറയുന്ന PM നിയാസിന്റെ മറുപടി എന്ന് പറയുന്നത്. KM ഷാജി എന്നെ പഠിപ്പിക്കാൻ വരണ്ട, വിശ്വാസിയെയും സംഖ്യയും ഒക്കെ തിരിച്ചറിയാനുള്ള സാമാന്യ ബോധ്യം എനിക്കുണ്ട് എന്ന് PM നിയാസ് കേരളത്തിലെ മന്ത്രി KM ഷാജിയോട്, ലീഗ് മന്ത്രിയോട് പറഞ്ഞു വെക്കുകയാണ്. നോക്കൂ, ഐക്യ ജനാധിപത്യ മുന്നണി എന്നാണ് പേര്. നല്ല ഐക്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തെരുവിൽ പരസ്പരം വിഴുപ്പലക്കുകയാണ് ഒരു മന്ത്രിയും കോൺഗ്രസിന്റെ വളരെ പ്രധാനപ്പെട്ട നേതാവും. നോക്കാം എന്താണ് സംഭവിക്കുന്നതെന്ന്. മേഘാ മാധവൻ കൂടി കോഴിക്കോട് എന്നോടൊപ്പം ചേരുകയാണ്. എന്തൊക്കെയാണ് കോൺഗ്രസിൽ പുതിയ പോർമുഖം UDF-ൽ തുറക്കുമ്പോൾ സംഭവിക്കുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം. മേഘ, ഗുഡ് മോർണിംഗ്. എന്താണ് മേഘ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? PM നിയാസ് പറയുന്നു സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസറായി നിയോഗിച്ചിരിക്കുന്ന ശേഷാദ്രിനാഥൻ ഒന്നാം നമ്പർ സംഖ്യയാണ് എന്ന്. വിശ്വാസിയെ പിടിച്ച് സംഖ്യയാക്കാൻ വരണ്ട എന്ന് KM ഷാജി മന്ത്രിയുടെ മറുപടി, ലീഗ് മന്ത്രിയുടെ മറുപടി നിയാസിന് കിട്ടുന്നു. പുതിയൊരു പോർമുഖം തുറക്കുകയാണോ UDF-ൽ ഈ പറയുന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസർ നിയമനവുമായി ബന്ധപ്പെട്ട്?
മനു, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി എൻ ശേഷാദ്രിനാഥിനെ ശുപാർശ ചെയ്തതിനു പിന്നാലെ വലിയ തരത്തിലുള്ള പൊട്ടിത്തെറികളാണ് UDF തന്നെ നടക്കുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ ചെറിയ വിമർശനമൊന്നുമല്ല, വലിയ വിമർശനം തന്നെ ഉന്നയിച്ച് രംഗത്തെത്തിയിരിക്കുന്നത് KPCC ജനറൽ സെക്രട്ടറിയാണ്. ജനറൽ സെക്രട്ടറി PM നിയാസ് അതിശക്തമായി ആ തീരുമാനത്തെ എതിർക്കുന്നു. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ എന്നത് UDFന്റെ അവസാനമാകും ഈ തീരുമാനം പിൻവലിച്ചിട്ടില്ലെങ്കിൽ എന്നതാണ്. ആ താക്കീത് ഉൾപ്പെടെ നൽകിക്കൊണ്ടാണ് PM നിയാസ് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. അതായത് മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്ന് UDF മന്ത്രിസഭയാണ് ശുപാർശ ചെയ്യുന്നത്. ആ മന്ത്രിസഭ ഗവർണറോട് ശുപാർശ ചെയ്ത ഒരു വ്യക്തിയെ സംഘിയാണ് എന്നാണ് PM നിയാസ് വിശേഷിപ്പിക്കുന്നത്. കഴിഞ്ഞ 15 വർഷക്കാലമായി സംഘിയായ ഒരു വ്യക്തിയാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ശുപാർശ ചെയ്യാൻ മന്ത്രിസഭ തീരുമാനം എടുത്തിരിക്കുന്നത്. ഇപ്പോൾ 3 സീറ്റാണ് BJPക്ക് കിട്ടിയിരിക്കുന്നത്. അത് 30 സീറ്റാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവുക എന്നത് കൂടി PM നിയാസ് പറഞ്ഞു വെക്കുന്നു. ഗുരുതരമായ ആരോപണം തന്നെയാണ് ഈ ശേഷാദ്രിനാഥിന്റെ നിയമന ശുപാർശയ്ക്ക് പിന്നാലെ KPCC ജനറൽ സെക്രട്ടറി ഉന്നയിക്കുന്നത്. തനിക്ക് വ്യക്തിപരമായി പോലും ഈ ശേഷാദ്രിനാഥിനെ അറിയാം. ഏതറ്റം വരെയും ആ തീരുമാനം പിൻവലിക്കാൻ താൻ പോകും എന്നതാണ് പറയുന്നത്. സുപ്രധാനം എന്നത് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഏതറ്റം വരെയും ഈ തീരുമാനം പിൻവലിക്കാൻ താൻ പോകുമെന്ന് PM നിയാസ് പറയുമ്പോൾ ഈ തീരുമാനം എടുത്തത് ആരാണ് മേഘ? PM നിയാസിന്റെ പാർട്ടി നയിക്കുന്ന സർക്കാരല്ലേ ഇങ്ങനൊരു ശുപാർശ നൽകിയിരിക്കുന്നത്, ഈ ശുപാർശ അംഗീകരിച്ചിരിക്കുന്നത്? അപ്പോൾ ആ തീരുമാനം എടുത്തത് ആരാണ്? ആ തീരുമാനം എടുത്ത നേതാക്കളുടെ മുന്നിലേക്ക് തന്നെയല്ലേ ഈ PM നിയാസ് വീണ്ടും പരാതിയുമായി പോകാൻ വേണ്ടി പോകുന്നത്? എന്റെ ചോദ്യം ഇതാണ്, ഇവരുടെ പാർട്ടിയിൽ ഒരു കൂടിയാലോചനകളും നടക്കുന്നില്ലേ? മുഖ്യമന്ത്രി നേരിട്ട് തീരുമാനങ്ങൾ എടുത്തു പോവുകയാണോ? മറ്റുള്ളവരൊന്നും വേണ്ട, ഒറ്റയ്ക്ക് ഞങ്ങൾ തീരുമാനം എടുത്തുകൊള്ളാം എന്നതാണോ ലൈൻ? അതല്ലെങ്കിൽ PM നിയാസിന് ഇപ്പോൾ ഇങ്ങനെ ഒരു പരാതി ഉന്നയിക്കേണ്ട ആവശ്യം വരികയില്ലല്ലോ. മനു, അതുതന്നെയാണ്. അതായത് PM നിയാസ് മാധ്യമങ്ങൾക്ക് മുൻപിൽ പ്രതികരിക്കുന്നതിന് മുൻപേ പരാതിയുമായി നേതാക്കളെ തന്നെ കണ്ടിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട്, ICC ജനറൽ സെക്രട്ടറിക്ക് പരാതി നൽകിയിട്ടുണ്ട്, KPCC പ്രസിഡന്റിന് പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതി നൽകിയതിന് പിന്നാലെ ഒന്നും നടക്കില്ല എന്ന് മനസ്സിലായപ്പോൾ കൂടിയാണ് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുൻപിൽ പൊട്ടിത്തെറിച്ചത്. കൃത്യമായി തന്നെ അദ്ദേഹം പറയുന്നു, ഒരു മന്ത്രിസഭ എടുക്കുന്ന തീരുമാനം, ഇതാരാണ് തീരുമാനം എടുത്തത്? എടുത്ത ആളോട് തന്നെയാണ് PM നിയാസ് ഈ തീരുമാനം തിരുത്തണം എന്ന് ആവശ്യപ്പെടുന്നത്. അത് തിരുത്താൻ താൻ ഏതറ്റം വരെയും പോകുമെന്ന് പറയുമ്പോൾ അത് ഏതറ്റമാണ് എന്ന് കൂടി നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. കാരണം തീരുമാനം ഗവർണർക്ക് വിട്ടൊരു തീരുമാനമാണ്. ഇതിൽ ഇനി എന്താണ് ചെയ്യാൻ പോവുക എന്നതാണ് നോക്കിക്കാണേണ്ടത്. അതിൽ ഏറ്റവും വിചിത്രം എന്നത് KM ഷാജിയുടെ പ്രതികരണമാണ്. അദ്ദേഹം പറയുന്നത് സംഘികളാണ് ഇത്തരത്തിൽ സംഘി എന്ന് ചാപ്പ കുത്തേണ്ട കാര്യം ഇല്ല എന്നതാണ് KM ഷാജി പ്രതികരിച്ചത്. അദ്ദേഹം ഒരു വിശ്വാസിയാണ്, സംഘപരിവാറിന്റെ അജണ്ടയാണ് പറയുന്നത് എന്ന് പറയുമ്പോൾ അത് പറയുന്നത് KPCC ജനറൽ സെക്രട്ടറി ആണ് എന്നത് കൂടിയാണ് ഓർക്കേണ്ടത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ UDFൽ ഇനി പുകയാൻ പോകുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ നിയമന ശുപാർശയ്ക്ക് പിന്നാലെ ഒരു കാരണവശാലും അത് അംഗീകരിക്കാൻ കഴിയില്ല. 3 സീറ്റ് എന്നത് 30 ആക്കാനുള്ള ശ്രമമാണോ നടക്കുന്നത്? നിരവധി പ്രവർത്തകർ, അതായത് ഒരുപാട് പ്രവർത്തകർ UDFനെ വിജയിപ്പിക്കാൻ വേണ്ടി അഹോരാത്രം പണിയെടുത്തിട്ടുണ്ട്. ആ പ്രവർത്തകരെയൊക്കെ ഇരുട്ടിലാക്കുന്ന തീരുമാനമാണ് UDF മന്ത്രിസഭ കൈക്കൊണ്ടത് എന്നതുകൂടി PM നിയാസ് പറഞ്ഞു വെക്കുന്നു. കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് PM നിയാസ് എന്നതുകൂടി ഓർക്കണം. ആ PM നിയാസ് ആണ് മാധ്യമങ്ങൾക്ക് മുൻപിൽ PM നിയാസ് ഈ വിഷയം കോൺഗ്രസ് നേതൃത്വത്തിന്റെ മുൻപിലാണ് ഉന്നയിച്ചിരിക്കുന്നത്. കോൺഗ്രസ് നേതൃത്വത്തിന് എതിരെയാണ് PM നിയാസ് കാര്യം പറഞ്ഞിരിക്കുന്നത്, അല്ലെ? അതാണ് സ്വാഭാവികമായും, അങ്ങനെയാണല്ലോ. അദ്ദേഹത്തിന്റെ നേതാക്കൾക്കാണല്ലോ പരാതി കൊടുത്തത്. പക്ഷേ ആ കോൺഗ്രസ് നേതാക്കൾ മറുപടി പറയുന്നതിന് മുൻപ് എന്തുകൊണ്ടായിരിക്കാം KM ഷാജി അതിൽ ചാടിക്കയറി മറുപടി പറഞ്ഞത്? ഈ സംഘപരിവാർ എന്ന ഒരു പ്രയോഗം വരുമ്പോൾ പോലും KM ഷാജി എന്തിനാണ് ഇത്രയധികം വിധേയത്വം കാണിക്കുന്നത്? എനിക്ക് മനസ്സിലാകുന്നതേയില്ല. എന്താണ് ഇപ്പോൾ PM ശ്രീ വിഷയമായിക്കോട്ടെ, അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട ഈ ചാപ്പയടി ഉണ്ടല്ലോ, വീടിന്റെ മുൻപിൽ പ്രധാനമന്ത്രിയുടെ പദ്ധതിയുടെ എംബ്ലം വയ്ക്കണമെന്ന ചാപ്പയടി, അതിലൊക്കെ സംഘപരിവാറിനെ ന്യായീകരിച്ച് സംസാരിക്കുന്നു. അതേ നിലപാട് ഇപ്പോൾ ഇവിടെയും ഈ വിഷയത്തിലും എടുക്കുന്നു. എന്താണ് KM ഷാജിയുടെ ഉദ്ദേശം?
മനു, അത് തന്നെയാണ്. അതായത് ഈ പ്രതിപക്ഷത്തായിരുന്നപ്പോൾ അല്ലെങ്കിൽ പ്രതിപക്ഷത്ത് നിന്ന സമയത്ത് KM ഷാജി ഉൾപ്പെടെ പ്രസംഗിച്ച പല വാചകങ്ങളും നമുക്കറിയാം. PM-ശ്രീ വിഷയത്തിൽ ഉൾപ്പെടെ അത് വലിയ തരത്തിൽ ചർച്ചയായ കാര്യം കൂടിയാണ്. പക്ഷേ ഭരണപക്ഷത്തെത്തുമ്പോൾ അത് പാടെ മറക്കുന്നു. BJP-ക്ക് അനുകൂലമായ നിലപാട്, കേന്ദ്രത്തിന് അനുകൂലമായ നിലപാട് പല സമയങ്ങളിലായി KM ഷാജി എടുക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഈ പ്രസംഗിക്കുമ്പോൾ പലതും പറയും എന്ന് പറഞ്ഞ് വലിയ ചെറിയ ലാഘവത്തോടു കൂടി അത് തള്ളിക്കളയുന്ന സാഹചര്യം കൂടി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ KM ഷാജിയുടെ വാക്കുകളിലൂടെ കാണുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് അതൊരു ചോദ്യമായി ഇന്നലെ കോഴിക്കോട് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ശേഷാദ്രിനാഥിന്റെ നിയമനവുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം KM ഷാജിയോട് ചോദിക്കുന്നത്. ആ ചോദ്യം ചോദിച്ചതിന് തൊട്ട് പിന്നാലെ തന്നെ വളരെ സിമ്പിളായാണ് KM ഷാജി ഉത്തരം പറയുന്നത്. അതായത് ഒരു വിശ്വാസിയാണ്, അതുകൊണ്ട് അദ്ദേഹത്തെ സംഖ്യയാക്കാൻ കഴിയില്ല, നല്ല ഉദ്യോഗസ്ഥനാണ്, വിരമിച്ച ജഡ്ജിയാണ് എന്നതുൾപ്പെടെ അദ്ദേഹത്തിന്റെ ക്വാളിറ്റികളൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് KM ഷാജി ഇന്നലെ സംസാരിച്ചത്. അതേ വ്യക്തിയെ കുറിച്ചാണ് PM നിയാസ് സംഖ്യയാണ് എന്ന് മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്ന് പൊട്ടിത്തെറിക്കുന്നത്. ഏതായാലും ഇനിയുള്ള സമയങ്ങളിൽ ആ നിയമനവുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ UDF-ൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ തീരുമാനത്തിൽ നിന്ന്, അതായത് ആ തീരുമാനം പിൻവലിക്കുന്നത് വരെ താൻ ഏതറ്റം വരെയും പോകും എന്നതാണ് KPCC ജനറൽ സെക്രട്ടറി പരസ്യമായി പറഞ്ഞിരിക്കുന്നത്. ഇത് ഒരു UDF മന്ത്രിസഭ ശുപാർശ ചെയ്ത വ്യക്തി, അതും സംസ്ഥാനത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റിലേക്ക് ശുപാർശ ചെയ്ത വ്യക്തിയാണ്, സംഖ്യയാണ് എന്ന് തന്റെ പക്കൽ തെളിവുകളുണ്ട് എന്ന് പറഞ്ഞ് PM നിയാസ് രംഗത്തെത്തിയിരിക്കുന്നത്. ആ തീരുമാനം പിൻവലിച്ചിട്ടില്ലെങ്കിൽ, ഇനിയും സമയമുണ്ട്, ആ തീരുമാനം പിൻവലിച്ചിട്ടില്ലെങ്കിൽ അത് കോൺഗ്രസിന്റെ അവസാനമാകും എന്ന താക്കീത് കൂടിയാണ് PM നിയാസ് നൽകുന്നത്. ഏതായാലും എന്ത് തീരുമാനമാണ്, പരാതി നൽകി എന്ന് പറയുന്നു, ആ പരാതിക്ക് പുറത്ത് ഇനി എന്ത് തീരുമാനം VD സതീശൻ സർക്കാർ കൈക്കൊള്ളും എന്നാണ് അറിയേണ്ടത്. ആ തീരുമാനം പിൻവലിച്ചിട്ടില്ലെങ്കിൽ കൂടുതൽ കടുത്ത പ്രതിഷേധങ്ങളുമായി PM നിയാസ് മുൻപോട്ട് പോകും എന്നത് തീർച്ചയാണ്. മനു, ലീഗ്, അതായത് KM ഷാജി ഇപ്പോൾ അഭിപ്രായം പറയുന്നു, ലീഗിനും ഇതേ നിലപാടാണോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉള്ളത്? എനിക്ക് ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട് മേഘ, ഒറ്റ കാര്യം കൂടി മേഘ. ഇത് PM നിയാസിന്റെ മാത്രം അഭിപ്രായമായി നമുക്ക് കാണാൻ കഴിയില്ലല്ലോ. കോൺഗ്രസിന്റെ ഒരു വലിയ വിഭാഗം നേതൃത്വത്തിന്റെ അഭിപ്രായമല്ലേ PM നിയാസിലൂടെ പുറത്തു വന്നിരിക്കുന്നത്? PM നിയാസ് ഒറ്റയ്ക്കല്ല ഈ വാചകങ്ങൾ പറയുന്നത്, മൈക്കിന് മുന്നിൽ ഒറ്റയ്ക്കാണതേ ഉള്ളൂ, പുറകിൽ ആളുകൾ അനവധിയുണ്ട്. മനു, അത് തന്നെയാണ്. അതായത് മാധ്യമങ്ങൾക്ക് മുൻപിൽ ആ വിഷയം എടുത്തു പറയണമെങ്കിൽ PM നിയാസ് ഒറ്റയ്ക്കല്ല, PM നിയാസിന് ചുറ്റും ഒരുപാട് മനുഷ്യരുണ്ട്. മനുഷ്യർ മാത്രമല്ല, നേതാക്കൾ വരെയുണ്ട്. VD സതീശനെ കൊണ്ട് ആ തീരുമാനം പിൻവലിപ്പിക്കും വരെ മുൻപോട്ട് പോകാൻ തക്ക വിധത്തിലുള്ള നേതാക്കൾ അതിന് പിന്നിലുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ തീരുമാനം ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് PM നിയാസ് പറയുമ്പോൾ വീണ്ടും അതായത് 1, 2, 3 എന്ന നമ്പറിലേക്ക് VD സതീശൻ മന്ത്രിസഭ നൽകിയ ആളുകളുടെ നമ്പർ അല്ലെങ്കിൽ പുറത്താക്കിയ ആളുകളുടെ നമ്പർ കടക്കുന്നുണ്ടോ എന്നതാണ് ഇനി നോക്കിക്കാണേണ്ടത്. ഈ തീരുമാനത്തെ ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്ന ഉറച്ച നിലപാടിൽ PM നിയാസ് നിൽക്കുന്നു. PM നിയാസിന്റെ പാർട്ടിക്ക് അകത്ത് നിന്ന് തന്നെ വലിയ തരത്തിലുള്ള നേതാക്കന്മാരുടെ ഉൾപ്പെടെ പിന്തുണയുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ലീഗ് നേതൃത്വം, അതായത് KPCC ജനറൽ സെക്രട്ടറി സംഖ്യയാണ് എന്ന് പറഞ്ഞൊരു വ്യക്തിയെക്കുറിച്ച് ലീഗ് നേതൃത്വം ഇനി എന്താണ് പറയാൻ പോകുന്നത് എന്നത് കൂടി പ്രധാനമാണ്. മനു.